താനെന്തോടെ ഭരിക്കണ പോലെ അങ്ങോട്ട് കിടന്ന് നടക്കണത്? ആ മേലെടുത്ത ശ്രീകുട്ടിയില്ലേ? ഏത്? ആ മെഡിക്കൽ ഷോപ്പിൽ വർക്ക് ചെയ്യുന്നതാ? ആ അതന്നെ. ആ കുട്ടിയുടെ കയ്യിലേ ഇന്ന് രാവിലെ ഷുഗറിന്റെ മരുന്ന് വാങ്ങാനായിട്ട് ലിസ്റ്റും കാശും കൊടുത്തയച്ചിരുന്ന ആ കുട്ടിയുടെ കയ്യില്. ആ കുട്ടി വരണ നേരാവണല്ലോ. 5 മണിക്ക് വരേണ്ടതാ. ഇപ്പൊ നോക്കി 6 മണി കഴിഞ്ഞു, ഇതുവരെയായിട്ട് വന്നിട്ടില്ല. താനൊന്നും ഇവിടെ വന്നിരുന്നേ, ആ കുട്ടി വരും. താനൊന്ന് സമാധാനിക്കടോ. ദേ ശ്രീകുട്ടിയല്ലേ വരുന്നേ. മരുന്ന് കിട്ടിയാ? ആ കിട്ടി. എന്താ കുട്ടി നേരം വൈകിയേ? ഇയാളിവിടെ കിടന്ന് വെപ്പറാളം എടുത്തിട്ട് നടക്കായിരുന്നു, മരുന്ന് കിട്ടിയില്ലാന്ന് പറഞ്ഞിട്ട്. ഒന്നും പറയണ്ട ചേട്ടാ, മൊബൈല് കളഞ്ഞു പോയിന്നേ. എവിടെ വെച്ചാ? മെഡിക്കൽ ഷോപ്പിൽ വെച്ചിട്ടാ? അതാ വരണ വഴിക്ക് വെച്ചിട്ടാ? മെഡിക്കൽ ഷോപ്പിൽ വെച്ചിട്ട് തന്നെയാ. അത് നോക്കാൻ വന്നിട്ടാ അത്ര നേരം വൈകിയത്. എന്നിട്ട് മൊബൈൽ കിട്ടിയാ? ഇല്ലാന്നേ. മോൾക്ക് പോലീസിൽ കംപ്ലൈന്റ് ചെയ്യായിരുന്നില്ലേ? അതിന്റെ ഒന്നും ആവശ്യമില്ലാന്നേ. അതെന്താ മൊബൈൽ മോഷണം പോയിട്ട് പരാതി കൊടുക്കാത്തത്? ആ അതന്നെ. എന്തിനു പരാതി കൊടുക്കണം? ഫോണൊക്കെ തിരിച്ചു വരുന്നേ. അതെങ്ങനെ? എന്റെ ചേട്ടന്മാരെ ഫോണിന്റെ ചാർജറേ എന്റെ കയ്യിലല്ലേ ഇരിക്കണത്. ചാർജർ ഇല്ലാതെ ഫോൺ കൊണ്ടുപോയിട്ട് ഫോൺ കൊണ്ടുപോയ ആൾക്ക് എന്ത് കാര്യം? ഞാൻ പോട്ടെ. കുറച്ചെങ്കിലും ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ, മന്ദബുദ്ധി ആയിരുന്നെങ്കിലും നമുക്ക് വിളിക്കായിരുന്നു. കഴുത തോറ്റു പോവും. പറയാതെ